നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ജീവനക്കാർക്ക് സർക്കാരിന്റെ കരുതൽ. സർക്കാർ ജീവനക്കാരുടെ DA 3% വർദ്ധിപ്പിച്ചു. നിലവിലുള്ള 22%-ൽ നിന്നും 25% ഉയർത്തി ഉത്തരവിറങ്ങി. ശിവദാസ് കന്മനം ചേരുന്നു വിവരങ്ങളുമായി. ശിവദാസ്, നിയമസഭ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു, പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു. എന്തായാലും സർക്കാർ ജീവനക്കാരെ കയ്യിലെടുക്കണം. അതുകൊണ്ട് തന്നെ അവരുടെ DA വർദ്ധിപ്പിച്ചുകൊണ്ട്, അത് 3% വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാർ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഉത്തരവിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അനിൽ നമ്പ്യാർ, നിലവിൽ സർക്കാർ ജീവനക്കാരുടെ DA 3% ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ അത് 22%, അത് 25%ആക്കിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കുടിശ്ശിക, അതായത് നിലവിൽ കുറച്ച് കുടിശ്ശികയുണ്ട്, ആ കുടിശ്ശിക തുക മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ നൽകും എന്നാണ് ഉത്തരവിൽ അറിയിച്ചിരിക്കുന്നത്. കുറേ കാലങ്ങളായി ഈ സർക്കാർ ജീവനക്കാരുടെ ഒരു ആവശ്യം കൂടിയായിരുന്നു. പക്ഷേ ഇക്കാലയളവിൽ ഇതൊന്നും തന്നെ പരിഗണിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ, അതായത് തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് കാലങ്ങൾ മാത്രമാണ് ഉള്ളത്. ഒരുപക്ഷെ ഈ മാസം അവസാനം തന്നെ പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസാന നിമിഷത്തിൽ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി ഇത്തരത്തിൽ ഈ DA വർദ്ധിപ്പിച്ചതിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, സർക്കാരിനെ സംബന്ധിച്ച് ഖജനാവ് കാലിയാണ്. പല പദ്ധതികൾക്കും കൃത്യമായി തന്നെ പണം ചിലവഴിക്കാനുള്ള ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ DA കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായി തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ്. വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും നമുക്കറിയാം, പല ദൂർത്തുകളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പല പ്രധാനപ്പെട്ട പദ്ധതികൾക്കോ പല സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികൾക്കോ ഒന്നും തന്നെ ചിലവഴിക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ DA വർദ്ധിപ്പിച്ചു. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ DA വർദ്ധിപ്പിച്ചതിന് പിന്നിൽ കൃത്യമായി തന്നെ ലക്ഷ്യങ്ങൾ ഉണ്ട്. കാരണം ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർ കേരളത്തിൽ ഉണ്ട്. ഈ ജീവനക്കാരുടെയൊക്കെ വോട്ട് ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. മാത്രമല്ല, നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് LDF സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്, LDFന് ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായി വീണ്ടും ഒരു തുടർ ഭരണം മോഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സർക്കാർ ജീവനക്കാരെ കൈയെടുക്കുക, അതോടൊപ്പം തന്നെ മതമൗലികവാദികളെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകളും നടപടികളും ഒരു ഭാഗത്തുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിലടക്കം CPMൻ്റെയും LDFിൻ്റെയും നേതാക്കൾ പങ്കെടുക്കണം എന്നുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ട്. അതായത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി അത് മറികടന്ന് വീണ്ടും ഒരു തുടർഭരണം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ ഒരു തീരുമാനം എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തായാലും സർക്കാർ ജീവനക്കാരുടെ DA ഇപ്പോൾ 3% വർദ്ധിപ്പിച്ചിട്ടുണ്ട്.